ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മമ്മൂസ് ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ 100ാമത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. എങ്ങനെയല്ലോ നിർബന്ധിച്ച് എൻ്റെ ഉപ്പാനെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഉപ്പ വീഡിയോയിലൊന്നും നിൽക്കാൻ അത്ര ഇഷ്ടമല്ല. നമ്മൾ കുറേ പറഞ്ഞിട്ടൊക്കെ ഇന്നൊരു ഡിഷ് കാണിക്കാമെന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് മറ്റേ മുഹമ്മദിൻ്റെ 100ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിനായിട്ട് ഒരു ചെറിയൊരു ഡിഷ് ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈസി ആയിട്ടുള്ള 2 ഡിഷ് ഞാൻ കാണിക്കുന്നത്. ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഒരു ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ ചില്ലിയും ഒരു കിങ് ഫിഷ് ചുക്ക രൂപത്തിൽ വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള രൂപത്തിൽ മസാല വെച്ചിട്ടുള്ളത് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ചിക്കൻ ചില്ലിക്കുള്ള കട്ടിങ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോനെ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടി ഉള്ളി കട്ട് ചെയ്തു. ഒരു 1/2 ക്യാപ്സിക്കം, ഒരു വലിയ ഉള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം സാലറി, അധികമൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം സാലറി എടുക്കുക. ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ട് കുറച്ച് നമ്മളെ ഫസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാനാണ്. ഇതായി ചെറിയ കഷ്ണം ഒരു ഇഞ്ചി, വെളുത്തുള്ളി. ചില്ലിക്ക് വേണ്ടിയില്ല കേട്ടോ. ഓക്കെ, വെളുത്തുള്ളിയായി. ഒരു 5-6 പച്ചമുളക് അങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് വെക്കുക.
ഇത് ഉപ്പ ചില്ലിക്ക് വേണ്ടി കട്ട് ചെയ്ത് വെച്ചതാണ് ഒരു പ്ലേറ്റിൽ. വേറെ പ്ലേറ്റിൽ അതേപോലെ തന്നെ നമ്മളെ ഫിഷ് ചുക്കൊക്കെ വേണ്ടിക്ക് കട്ട് ചെയ്ത് വെച്ചത്. വേണ്ടി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യാം. ഇത് ബോൺലെസ് ചിക്കനാണ്. ഞാനൊരു 500-600 ഗ്രാം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കുക. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, കുറച്ച് സോയാ സോസ്. ഒന്ന് അധികമായി പോയത് കേട്ടോ. ഓക്കെ, കുറച്ച് പെപ്പറും കൂടി ഇട്ടാൽ അത്രയേ ഉള്ളൂ. ബസ് അത് ഒന്ന് മിക്സാക്കി എടുക്കുക. ഓക്കെ, എണ്ണക്കുള്ള മീനാണ്. അത് അയക്കൂറൊക്കെ ഞാൻ മസാല ഇട്ട് വെച്ചിരുന്നു. അത് ലെമൺ ജ്യൂസ്, പിന്നെ ലെമൺ ജ്യൂസ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉലുവപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് സാൾട്ട് എല്ലാം ഇട്ടിട്ട് പരക്കിയിട്ട് വെച്ചതാണ്. അത് റെഡിയാണ്. അത് പിന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു വന്ന് ടൈം വേസ്റ്റ് കണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ചെയ്ത്. അത് ചിക്കൻ പൊരിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. മതി. അതിൽ ചിക്കൻ ഇടുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ചിക്കൻ ഇട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഓക്കെ, നേരത്തെ മീനിന് വേണ്ടി ചുക്കക്ക് വേണ്ടി പൊരിച്ചെടുക്കാം. പൊരിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് മീനിടാം. ഓക്കെ, എന്നാൽ മീൻ പൊരിച്ചെടുക്കാം. ചിക്കൻ ഇതുപോലെ വെന്ത് വരണം. ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇതല്ലേ ചിക്കൻ ആയിട്ട് അധികം വെള്ളനാവുന്നു വേണ്ടത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ കുറച്ച് ഓയിലൊരു ചിക്കൻ എടുത്ത ശേഷം ഓയിലുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. പച്ചമുളകും അതിൻ്റെ കൂടെ ഇടണം. ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന് ഏകദേശം ഇഞ്ചിയും ഇതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സാലറി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സാലറി ഇട്ടു. അതിന് ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇങ്ങനെ നീളത്തിലിടേണ്ടി. കുറച്ച് സാൾട്ട് ഇടാം. ഒരു നുള്ളു സോയാ സോസ്. ഒരു നുള്ളു പെപ്പർ. ആവശ്യം അധികം എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇട്ടോ, പ്രശ്നമൊന്നും വരാനില്ല. പിന്നെ ഒരു നുള്ളു
അജിനമോട്ടോ കുറച്ച്. ഓക്കെ, ചൈനീസ് ചിക്കൻ ചില്ലി ബോൺലെസ് ഗ്രേവി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. മറ്റേ ക്യാപ്സിക്കം, അതുപോലെ പച്ചമുളക് ഞാൻ നീളത്തിൽ അരിഞ്ഞത് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ചിക്കനിലേക്ക് ഇടുന്നു. അപ്പോൾ ഇതായ കുറച്ചായ ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. ആ വെള്ളത്തിലൊരു 3 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമുക്കത്. ഗ്രേവി ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഇതിൽ ഇതൊന്നും ഒഴിക്കില്ല കേട്ടോ. ഇത് നമ്മളെ ടൊമാറ്റോ കച്ചപ്പ് ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കില്ല. 1 കപ്പ് വെള്ളം ഒഴിക്കണം. ഓക്കെ, ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ വെള്ളം ശരിക്കും ഒന്ന് ചിക്കനിൽ തിളച്ച് കഴിഞ്ഞാൽ ഇത് കട്ടി ചെറുങ്ങനെ കൂട്ടാൻ വേണ്ടി നമ്മൾ കോൺഫ്ലോർ കലക്കി വെച്ച് തിക്നെസ് ആക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ചില്ലി അതോടുകൂടി റെഡിയാവും. പിന്നെ നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ചിക്കൻ്റെ ഇതെല്ലാം ഒന്ന്. അപ്പോൾ ഫിഷ് ഒരു ഭാഗത്ത് നിന്ന് റെഡി ആകുന്നുണ്ട്. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ കോൺഫ്ലോർ കലക്കിയിട്ടുണ്ട്. അത് ഒഴിച്ചിട്ട് നമുക്ക് ഇത് തിക്നെസ് ആക്കണം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഉണ്ടാ നല്ല തിക്നെസ് ആയിട്ടുണ്ട്. ഗ്രേവിക്ക് തിക്നെസ് ആയിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ചില്ലി റെഡിയായി. നമുക്ക് അടുത്ത ചുക്ക റെഡിയാക്കാം. ഫിഷാണ്. ആ ഫിഷ് ആയതുകൊണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. അതിൻ്റെ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവ. ആ ഒരു ഫിഷിൻ്റെ ആയതുകൊണ്ട് ഒരു മണത്തിന് കുറച്ച് ഉലുവ വേണം. അധികമൊന്നും വേണ്ടത് 5-6 പീസ് ഉലുവ ഇട്ടുക ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി. അതുപോലെ വെളുത്തുള്ളി, കുറച്ച് ഉള്ളി ആദ്യം ഇട്ടിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉള്ളി ഇടാതെ അതിൻ്റെ കട്ട് ചെയ്ത് വെച്ച 2 ഉള്ളി ഉണ്ടായിരുന്നു, അതിടാം. ഓക്കെ, അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ശേഷം നന്നായി ഉള്ളി ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ആവശ്യത്തിന്. എന്നിട്ട് ഉള്ളി ഒന്ന് ആകുന്നത് വരെ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഏകദേശം ഉള്ളി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു നുള്ളുലുവ കേട്ടോ. 1 ടീസ്പൂണൊന്നും വേണം, ഒരു നുള്ളുലുവ, പേര് മണത്തിനാണ്. ഒരു പിഞ്ച് ഉലുവ. പിന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്.
അതൊന്ന് മസാല ഒന്ന് ശരിക്കും ആയതിന് ശേഷമാണ് നമ്മൾ ഇതിൽ തക്കാളി ഇടുക. തക്കാളി, കറിവേപ്പില, ഉപ്പ്. ഇനി തക്കാളി ആവുന്നത് വരെ വെയിറ്റ് ആക്കാം. തക്കാളി ആവുന്നത് 10 മിനിറ്റ് ഒന്ന് അരച്ച് വെക്കാം. ഇട്ടുണ്ട് മസാല ഇടയിൽ ഇതിലൊരു കുറച്ച് 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിക്കുക. 2-3 ടേബിൾ സ്പൂൺ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ്. ഫ്രഷ് ഫിഷ് ആയതുകൊണ്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല. മസാല എല്ലാം അടിപൊളിയായിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയ പുതിയ വെറൈറ്റി വീഡിയോസായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ.